പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചത് അങ്ങനെയാ. എൻ്റെ അമ്മയും കൊണ്ട് അവിടെ ചെല്ലുന്നതിനപ്പുറം അവനെ കിട്ടണേന്ന് എനിക്കറിയാം. ഞാൻ എല്ലാവരോടും പറഞ്ഞു ആ പരിസരം വിട്ടവൻ പോയിട്ടില്ല എന്ന്. സാറുമാർ പിടിച്ച് അവർക്ക് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നത് എനിക്ക് അവന്റെ വായിൽ തന്നെ. അവർക്ക് 3 പേർക്കും എന്ത് പറ്റിയെന്നുള്ളത് അവനെ കൊണ്ട് പറയിക്കണം. ആരും കണ്ടിട്ടില്ല. വീട്ടിൽ നിന്ന് മിനിങ്ങാന്ന് പോലീസുകാർ അവിടെ ചെന്ന സമയത്താണ് അവൻ ഇറങ്ങി ഓടിയത്. അതുവരെ അവിടെ വീട്ടിനകത്തുണ്ടായിരുന്നു. ഒന്നും അറിയത്തില്ലാത്തത് അവൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നു. അത് അവൻ പറഞ്ഞാലേ അറിയുള്ളൂ. അവനോട് ചോദിച്ചാൽ അവൻ സത്യം പറയുമല്ലോ. കാരണം സജി ഏതിലെന്നുണ്ടെങ്കിൽ അവിടെ 2 പേരെ കുഴിച്ചിട്ടിപ്പം മിനിങ്ങാന്ന് രാത്രിയിൽ ഇറച്ചി മഴി കറി വെച്ച് കഴിച്ചവനാ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സവന്റെ കല്ലല്ലേ, ഒന്നിനെ ചെയ്തിരിക്കുന്നത് 100%. ഇനി യാതൊരു മാറ്റവും ഇല്ല. ഇനി അവനെ അപ്പൻ എവിടെ കുറിച്ചാൽ പറഞ്ഞാൽ മതി. ആ ഒരു കേസ് ക്ലോസ് ചെയ്തിപ്പോ അവൻ തന്നെയാണ്. അവൻ തന്നെ പറയണം അവൻ അപ്പനെ എവിടെ കുറിച്ചിരുന്നത്. അത് അറിയണം, ഞങ്ങൾക്ക് അറിയണം. അതെ 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 ഉറപ്പായിട്ടും. ഇത് ഇത്രയും കാലം അവനെ ആരും പിടിക്കുന്നില്ലാണ്ടപ്പോ അവനെ അടുത്തതും കൂടെ ചെയ്തു. ഒരു കുഴപ്പമില്ല. ഇതിപ്പോ 10, 30, 20 ദിവസം കണ്ടായില്ലേ. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആരും അറിയത്തു പോലും ഇല്ല കാര്യങ്ങൾ. സംശയം ഇവനും വാക്ക് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് ഇവന്റെ അമ്മ അതറിയാം. അത് എനിക്ക് അറിയാൻ പാടില്ല, അതറിയണം. ഞങ്ങളുടെ സംശയം തന്നെ ഒന്നുകിൽ അവൻ കല്യാണം കഴിക്കുന്ന അവൻ ചേട്ടന് ഇഷ്ടമില്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ല, അങ്ങനെയുള്ള വൈരാഗ്യമാണോ ബുദ്ധിയാണോ ഒന്നും അറിയത്തില്ല. അവൻ പറയണം, അവന്റെ വാങ്ങാൻ പറയണം. ഉണ്ടുണ്ടോ ഉപയോഗമുണ്ട്. മറ്റേ ഉപയോഗിക്കുന്നത് അവനെ കൊണ്ട് ഞാൻ കാണാവളിക്കൊണ്ട് ചികിത്സ. അതെ 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 നമ്മളിന്നലെ ചെയ്തെല്ലാം കണ്ടിട്ടുണ്ട്. 100%. അവൻ മാറിയെന്നെല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാം വായിച്ചു തരുന്നുണ്ട് ഉറപ്പായിട്ടും. ഉണ്ടായിരുന്നു. പിന്നെ ഇവന് ഒരു ദിവസം പിന്നെ സ്മോൾ അടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കിയായിരുന്നു. അപ്പൊ മൂത്ത ആള് പറഞ്ഞു മിണ്ടായിരിക്കടാ, അമ്മയ്ക്ക് വയ്യായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ഇവന് തല്ലാനായിട്ട് ചെന്നപ്പോ അവനിട്ട് ഞാൻ അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോരാൻ നേരത്തിനോട് വീട്ടിൽ കയറിയാൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ആദ്യം പിന്നെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു. അമ്മയും ചേട്ടനെ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന്. എൻ്റെ അപ്പാപ്പിയോട് അന്വേഷിക്കും, ആന്റിയോട് അന്വേഷിക്കും, പുറത്തുള്ള ഓട്ടക്കാരോട് അന്വേഷിക്കും കാണുന്നുണ്ടോ എന്ന്. അപ്പം ഈ 1 മാസമായിട്ട് റെജിയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ്, അത് കഴിഞ്ഞ് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വന്നപ്പോഴാണ്. ഇവളെയും ഞങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്ന കാരണം ഇവന്റെ മനസ്സിൽ എന്തോ മറക്കുന്നുണ്ട്. അതാ എനിക്ക് തോന്നുന്നു അച്ഛന്റെ തിരോധാനം തന്നെയാണ് മറക്കുന്നത്. അത് നമ്മൾ അറിയില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങളെല്ലാം മാറ്റി നിർത്തുന്നത്. അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളോടൊക്കെ ഉള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു? അങ്ങനെ അധികം പറയാറില്ല. എൻ്റെ ഭാര്യയോട് എൻ്റെ അമ്മയുടെ അനിക്ക് അവരുമായിട്ട് നല്ല സമ്പർക്കമാണ്. എൻ്റെ അടുത്ത് വരികയില്ല, എന്നെ പേടിയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയിരുന്നു? ഇല്ല. അവന്റെ കൈക്ക് പൊട്ടലെന്ന് വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ അവൻ ബാത്റൂമിൽ വീണതാണെന്നാണ് പറയുന്നത്. അത് ഈ ഒരാഴ്ചക്കിടയിൽ ഉണ്ടായതാ? അതെ, ഒരാഴ്ചയല്ല, ഒരു 10-15 ദിവസമായിരുന്നു. അന്നേരം ഉണ്ടായേക്കുന്ന കൈക്ക് അസ്ഥിക്ക് പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത്, കൈയുടെ പത്തിക്ക്. അങ്ങനെ അവൻ ചികിത്സ ബാൻഡേജൊക്കെ ചുറ്റിക്കൊണ്ട് നടക്കുമായിരുന്നു. ഇല്ലില്ല, മദ്യപിച്ച് കഴിയുമ്പോഴുള്ള പ്രശ്നമുള്ളൂ, അല്ല വേറെ പ്രശ്നങ്ങളൊന്നും. കണ്ണാൻ വീണ്ടും അപ്പാപ്പിന്ന് വിളിക്കും, അത്രേ ഉള്ളൂ, അല്ല വേറെ സംസാരിക്കാൻ നിൽക്കുകയല്ല. എന്തായാലും ബന്ധുക്കളുടെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അവർക്ക് ഈ സഹോദരിയുടെ ഉൾപ്പെടെ പ്രതികരണം സജിയെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അതിൽ ഈ ഭാര്യയുടെ ഈ സിനിയുടെ ഭർത്താവ് ഇന്നലെ അതിൽ കൃത്യമായിട്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. അയാൾ ഈ സ്ഥലം വിട്ടു പോകാൻ സാധ്യതയില്ല, ഈ പുരയിടത്തിൽ തന്നെ കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞതാണ്. എന്തായാലും പോലീസിന്റെ പരിശോധനയിലായിട്ടുണ്ട്. അമ്മയും സഹോദരനും കൊലപ്പെടുത്തി സജി തന്നെയാണോ എന്ന് സജിയിൽ നിന്ന് ചോദിച്ചറിയണം. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തുവരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.